ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ, നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ മൗനത്തേക്കാൾ വിലപ്പെട്ടതാണെങ്കിൽ മാത്രം സംസാരിക്കുക. കൂടുതൽ സമാധാനം നൽകുന്നത് മൗനമാണെങ്കിൽ മൗനം പാലിക്കുക. ഇവ രണ്ടും തിരിച്ചറിയുന്നതിലാണ് യഥാർത്ഥ ജ്ഞാനം. ബുദ്ധൻ്റെ ജ്ഞാനത്തിൽ നിന്നുള്ള പ്രചോദനം. ഒരു മനുഷ്യൻ്റെ മഹത്വം അയാൾ എത്ര സംസാരിക്കുന്നു എന്നതുകൊണ്ടല്ല അളക്കപ്പെടുന്നത്, എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മൗനം പാലിക്കണം എന്നറിയുന്നതിലാണ് യഥാർത്ഥ പക്വത. ഇന്നത്തെ ലോകം നമ്മെ സംസാരിക്കാൻ പഠിപ്പിക്കുന്നു. ഓരോരുത്തർക്കും ഒരു അഭിപ്രായമുണ്ട്, ഓരോ സംഭവത്തിനും ഒരു പ്രതികരണമുണ്ട്. സോഷ്യൽ മീഡിയയിൽ മൗനം പലപ്പോഴും ദൗർബല്യമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ബുദ്ധൻ്റെ ജ്ഞാനം നമ്മെ മറ്റൊന്നാണ് പഠിപ്പിക്കുന്നത്. എല്ലാ വാക്കുകളും പറയേണ്ടതില്ല, എല്ലാ സത്യങ്ങളും എല്ലാ സമയത്തും പറയേണ്ടതുമില്ല. ചിലപ്പോൾ ഒരു വാക്കിനേക്കാൾ ശക്തമായത് ഒരു നിമിഷത്തെ മൗനമാണ്. ഒരിക്കൽ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ കോപത്തിൽ പറഞ്ഞ ഒരു വാക്ക് എത്ര ബന്ധങ്ങളെ തകർത്തിട്ടുണ്ടാകും. ഒരു നിമിഷത്തെ അഹങ്കാരം എത്ര വർഷങ്ങളായുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കിയിട്ടുണ്ടാകും. ക്ഷമ ചോദിക്കാം, പക്ഷേ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, സംസാരിക്കുന്നതിന് മുമ്പ് നിമിഷമൊന്ന് നിൽക്കുക. നിങ്ങളുടെ വാക്കുകൾ സത്യമാണോ, അവ ഉപകാരപ്രദമാണോ, അവ കരുണ നിറഞ്ഞതാണോ, ഇതാണോ പറയാൻ ഏറ്റവും അനുയോജ്യമായ സമയം? ഈ ചോദ്യങ്ങൾക്ക് അതെ എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ മൗനം പലപ്പോഴും ഏറ്റവും നല്ല മറുപടിയാണ്. എന്നാൽ മൗനം എന്നത് ഭയമല്ല. ചിലർ കരുതുന്നു മിണ്ടാതിരിക്കുന്നവർക്ക് പറയാൻ ഒന്നുമില്ലെന്ന്. യഥാർത്ഥത്തിൽ സ്വന്തം നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് ഏറ്റവും ശക്തരായ മനുഷ്യർ. കോപത്തിൽ പ്രതികരിക്കുക എളുപ്പമാണ്, പക്ഷേ മനസ്സിനെ ശാന്തമാക്കി മൗനം തിരഞ്ഞെടുക്കുക അത്ര എളുപ്പമല്ല. അതിന് ആത്മനിയന്ത്രണവും ജ്ഞാനവും ആവശ്യമാണ്. ഒരു തടാകത്തെക്കുറിച്ച് ചിന്തിക്കും. കൊടുങ്കാറ്റ് വീശുമ്പോൾ അതിലെ വെള്ളം കലങ്ങിപ്പോകും. അതിൻ്റെ അടിത്തട്ട് കാണാനാവില്ല, പക്ഷേ കാറ്റ് ശമിച്ചാൽ വെള്ളം ശാന്തമാകും. അപ്പോൾ അതിൻ്റെ ആഴം വ്യക്തമായി കാണാം. നമ്മുടെ മനസ്സും അതുപോലെയാണ്. നിരന്തരമായ സംസാരവും വാദവും മനസ്സിനെ കലുഷിതമാക്കുന്നു. എന്നാൽ മൗനം മനസ്സിനെ തെളിച്ചമുള്ളതാക്കുന്നു. അതിലൂടെ നമുക്ക് മറ്റുള്ളവരെയും സ്വയം തന്നെയും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ബുദ്ധൻ്റെ ഉപദേശം ഒരിക്കലും എല്ലായ്പ്പോഴും മിണ്ടാതിരിക്കാനല്ല. നിങ്ങളുടെ വാക്കുകൾ ഒരാളുടെ കണ്ണീർ തുടയ്ക്കാൻ കഴിയുമെങ്കിൽ സംസാരിക്കുക. നിങ്ങളുടെ വാക്കുകൾ നിരാശയിലായ ഒരാൾക്ക് പ്രത്യാശ നൽകുമെങ്കിൽ സംസാരിക്കുക. ഒരു അനീതിയെ തടയാൻ നിങ്ങളുടെ ശബ്ദം ആവശ്യമാണെങ്കിൽ സംസാരിക്കുക. ഒരു കുട്ടിക്ക് നല്ലൊരു ജീവിതപാഠം നൽകാൻ കഴിയുമെങ്കിൽ സംസാരിക്കുക. സത്യം കരുണയോടെ പറയാൻ കഴിയുമെങ്കിൽ സംസാരിക്കുക. കാരണം കരുണ നിറഞ്ഞ വാക്കുകൾ പോലും ഒരു ദാനമാണ്. ഇന്ന് ലോകത്തിന് കൂടുതൽ ശബ്ദമല്ല വേണ്ടത്, കൂടുതൽ അർത്ഥമുള്ള വാക്കുകളാണ് വേണ്ടത്. കേൾക്കാതെ സംസാരിക്കുന്നവരേക്കാൾ
മനസ്സിലാക്കി സംസാരിക്കുന്നവരെയാണ് സമൂഹത്തിന് ആവശ്യം. നമ്മൾ പലപ്പോഴും കേൾക്കാനല്ല സംസാരിക്കുന്നത്, ജയിക്കാനാണ് സംസാരിക്കുന്നത്, ശരിയാണെന്ന് തെളിയിക്കാനാണ് സംസാരിക്കുന്നത്. എന്നാൽ ബുദ്ധൻ്റെ ജ്ഞാനം നമ്മോട് ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ്. ഈ വാക്കുകൾ സമാധാനം സൃഷ്ടിക്കുമോ, അല്ലെങ്കിൽ ഈ വാക്കുകൾ കൂടുതൽ വേദനയുണ്ടാക്കുമോ? ഉത്തരം വേദനയാണെങ്കിൽ മൗനം തിരഞ്ഞെടുക്കുക. ഉത്തരം സമാധാനമാണെങ്കിൽ സംസാരിക്കുക. ഓർക്കുക, മനുഷ്യനെ മഹാനാക്കുന്നത് അവൻ എത്ര സംസാരിക്കുന്നു എന്നതല്ല, അവൻ സംസാരിച്ച ഓരോ വാക്കും എത്ര ഹൃദയങ്ങളെ സ്പർശിച്ചു എന്നതാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുക എന്നതല്ല, മറുപടി പറയേണ്ടതില്ലാത്ത ചോദ്യങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം വരുത്തൂ. സംസാരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നിൽക്കൂ. നിങ്ങളുടെ വാക്കുകൾ ഒരു മുറിവ് സൃഷ്ടിക്കുമോ, അതോ ഒരു മുറിവ് സുഖപ്പെടുത്തുമോ? ഒരു ബന്ധം തകർക്കുമോ, അതോ ഒരു ബന്ധം ശക്തമാക്കുമോ? ഒരു മനസ്സിനെ തളർത്തുമോ, അതോ ഒരു മനസ്സിനെ ഉയർത്തുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയ ശേഷമേ നിങ്ങളുടെ വാക്കുകൾ ലോകത്തിലേക്ക് വിടാവൂ. കാരണം ചിലപ്പോൾ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് നമ്മൾ പറയുന്ന വാക്കുകളല്ല, പറയാതെ സൂക്ഷിച്ച വാക്കുകളാണ്. അതുകൊണ്ട് ഓർക്കുക, നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ മൗനത്തേക്കാൾ വിലപ്പെട്ടതാണെങ്കിൽ മാത്രം സംസാരിക്കുക. കൂടുതൽ സമാധാനം നൽകുന്നത് മൗനമാണെങ്കിൽ മൗനം പാലിക്കുക. ഇവ രണ്ടും തിരിച്ചറിയുന്നതിലാണ് യഥാർത്ഥ ജ്ഞാനം. ഈ ജ്ഞാനം നിങ്ങളുടെ ജീവിതത്തിലും സമാധാനവും സന്തോഷവും നിറയ്ക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ കാലാതീതമായ ജ്ഞാനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.